ഹായ്. അപ്പം ഞാനും ഈ പ്രാവശ്യം എക്സിബിഷൻ കാണാൻ പോയി നിങ്ങളേനും കൂടെ ഞാൻ എൻ്റെ കൂടെ കൊണ്ടുപോവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം തൃശ്ശൂർ എക്സിബിഷനിൽ ഫസ്റ്റ് തന്നെ കയറുമ്പോൾ നമ്മുടെ ഈ സോഫ സെറ്റിൻ്റെ ആൾക്കാരാണെന്ന്. പക്ഷേ ഈ പ്രാവശ്യം കയറുമ്പോൾ ഒരു കൺജസ്റ്റഡ് തോന്നിയിട്ടില്ല. അവർ ഫ്രണ്ടിലുള്ള ആ ഒരു ബോർഡും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി, കാരണം ഒരു ഉഷ്ണം കാര്യങ്ങൾ തോന്നില്ല. പിന്നെ നല്ല വീതി ഇട്ടിട്ടുണ്ട് നമുക്ക് നടക്കാനും കാര്യങ്ങൾക്കും. പിന്നെ മുകളിൽ സീലിംഗ് ഫാൻ കറങ്ങുന്നുണ്ട്, പക്ഷേ ആ ഒരു പുഴുക്കം എനിക്ക് തോന്നിയില്ല. അധികം ആൾക്കാർ കയറി തുടങ്ങണുള്ളൂ, അതിൻ്റേതാണോ എന്നറിയില്ല. പിന്നെ വെറൈറ്റി കമ്മൽസ് സെക്കൻഡ് സ്റ്റോൾ, തേർഡ് സ്റ്റോൾ ഇതേപോലെ ഫർണിച്ചറിൻ്റെ ആണ്. വെറൈറ്റി ഫർണിച്ചറൊക്കെ എനിക്ക് തോന്നിയിട്ടാണ്. ഇപ്പോഴൊക്കെ പോലത്തെ ഈ സ്പേസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പാടുള്ള ഡൈനിങ് ടേബിൾസ്, വലിയ ആൾക്കാർക്ക് ഇരിക്കാനുള്ള 6-8 മോഡലും, പിന്നെ നമ്മുടെ ചാരി കസേരയും കാലൊക്കെ തൂക്കിയിടുമ്പോൾ നമുക്ക് നീര് വരില്ല, അപ്പോൾ അതിനുള്ളതായിട്ടുള്ള സ്റ്റാൻഡും കാര്യമായിട്ട് അടിപൊളി ഫർണിച്ചേഴ്സ് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമ്മുടെ ഈ പാത്രങ്ങൾ, സ്റ്റേഷനറി ഐറ്റംസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ നല്ലൊരു കടയുണ്ട്. പിന്നെ നമ്മുടെ വാച്ച്, ഡോറയുടെയും നല്ല മഞ്ഞ പച്ച നീല കൂളിംഗ് ഗ്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സ്വതവേ എക്സിബിഷനും കയറിയ ഒരു 10-20 രൂപ കൂടുതലാണ് കേട്ടോ. പക്ഷെ നമുക്ക് എല്ലാ ഐറ്റംസും ഈ ഒരു എക്സിബിഷൻ്റെ ഉള്ളിൽ നിന്ന് മേടിക്കാൻ പറ്റും. നല്ലൊരു ഫർണിച്ചറിൻ്റെ ഏരിയ ആണ്. ഈ മരത്തിൻ്റേതായിട്ടുള്ള ഒരു ടീസ്പൂണും ഗ്ലാസ്സസൊക്കെ എനിക്കിഷ്ടമാണ്. പിന്നെ ഇത് ഒരു സെറ്റ് 100 രൂപയ്ക്ക് 5 ഗ്ലാസ്സസൊക്കെ ആയിട്ടാണ് കേട്ടോ. നല്ല രസമാണ്. വീട്ടിലിടയ്ക്കിടയ്ക്ക് പൊട്ടണ കാരണം ഇവിടുത്തെ ഗ്ലാസ്സുകളൊക്കെ മേടിച്ചത് യൂസ്ഫുള്ളാണ്. പിന്നെ ഈ നോർത്ത് മോഡൽ ഡ്രസ്സുകൾ ഐറ്റംസൊക്കെ ഉണ്ട്. വെറൈറ്റി കമ്മലുണ്ട്. കമ്മലാണ് എൻ്റെയൊക്കെ ഫോക്കസ് ഏരിയ. ഓർണമെൻറ്റ്സിൽ എനിക്കിഷ്ടം കമ്മലാണ്. നിങ്ങൾക്ക് എന്താ ഓർണമെൻറ്റ്സിന് ഇഷ്ടം വെച്ചാൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കും കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഓരോരോ ബാഗ്സ്, രാജസ്ഥാനി മോഡൽ ചപ്പൽസ് അടിപൊളിയാണ് കേട്ടോ. നല്ല ഫ്ലാറ്റ് മോഡലാണ് കൂടുതൽ ഞാൻ കണ്ടത്. ഫ്ലാറ്റുകളാണ് 350. പിന്നെ നമ്മുടേതായ നൊസ്റ്റാളജിയ പോലത്തെ മിഠായികൾ, ശരിക്കും അത് ഇവിടെ തന്നെയാണ് ഇത്രയും കൂടുതൽ കാണാൻ പറ്റുന്നത്. പിന്നെ നമ്മുടെ ഈ ഒരു കൂളർ ഏരിയ, നിങ്ങൾക്ക് എല്ലാവർക്കും ആസ് യൂഷ്വൽ അറിയാം, നമ്മുടെ എപ്പോഴത്തെയും പോലെ തന്നെയാണ് ഈ പ്രാവശ്യം വെറൈറ്റി ആയിട്ട് നമ്മുടെ ഓരോരോ സ്റ്റോളിലത്തെ ഓരോ പ്രോഡക്റ്റ്സ് കാണുന്നത്. നമ്മുടെ ഈ കോട്ടൺ വെയർ പോലെ ഈ നമ്മുടെ സ്റ്റുഡിയോയിലൊക്കെ മോഡൽ ടൈപ്പ് ഡ്രസ്സുകളുണ്ട്. പക്ഷേ ഡ്രസ്സിനൊക്കെ റേറ്റ് ഉണ്ട് കേട്ടോ, കുഴപ്പമില്ല. നമ്മുടെ പള്ളിപ്പച്ച അതിൻ്റെയൊക്കെ മിഠായികൾ കാര്യങ്ങളൊക്കെ, വെളിച്ചെണ്ണകൾ, ഇതൊക്കെ തന്നെ പണ്ടത്തെ അതേ മോഡൽ. പക്ഷേ അവർ നല്ല ഇപ്രാവശ്യം ഓർഗനൈസ് ചെയ്ത കാര്യങ്ങളൊക്കെ നല്ല വ്യത്യാസമാണ്. ഇപ്പോൾ ഒരുവിധം എല്ലാ വീട്ടുകളിലും ചപ്പാത്തിയാണല്ലോ അല്ലേ, നമ്മൾ ഫുഡിൻ്റെ ഹെൽത്തിനൊക്കെ നോക്കിയിട്ട്. അപ്പോൾ അടിപൊളി ചപ്പാത്തി മേക്കർ ഉണ്ടായിരുന്നു. പിന്നെ ഇതേപോലെ 2 സൈഡിലും എനിക്ക് ഈ പ്രാവശ്യത്തെ വ്യത്യാസം തോന്നിയെന്ന് വെച്ചാൽ 2 സൈഡിലും സ്റ്റോളുകൾ കാണാണ്ട്. ഈ ചേച്ചിമാർ കഴിഞ്ഞ കൊല്ലത്തെ ഈ ഒരു കോർണറായിട്ടുണ്ടായത്. എനിക്കും ഇങ്ങനത്തെ സാഷ പാക്കറ്റുകൾ കിട്ടിയിട്ടുണ്ട്. സാഫ്രോണിൻ്റെ ഫേസ് വാഷും പിന്നെ അലോവേരയുടെ ജെല്ലാണ്. ഞാനത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കമൻറ്റ് അറിയിക്കാം കേട്ടോ. ഇപ്രാവശ്യം കണ്ടില്ലേ, 2 സൈഡിലും അവർ സ്റ്റോളുകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല വീതിയുണ്ട്, നമുക്ക് അത്രയ്ക്ക് ഉഷ്ണം കാര്യങ്ങളും തോന്നില്ല. സീലിങ്ങൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ട് ഒക്കെ ഉണ്ട്. പിന്നെ നമ്മളെ നോർത്ത് ഇന്ത്യൻസ് ടൈപ്പുള്ള ഈ ഓരോ ചിപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആസ് യൂഷ്വൽ ഉള്ള പോലെ തന്നെ. പക്ഷേ എത്ര വന്നാലും നമ്മുടെ തൃശ്ശൂർക്കാർക്ക് ഈ എക്സിബിഷൻ കാണുന്നില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. നമ്മളെ തൃശ്ശൂർക്കാർക്ക് മാത്രമല്ല കേട്ടോ, എല്ലാവരും തീർച്ചയായിട്ടും വരണം. നല്ല മനോഹരമായിട്ടുള്ള എക്സിബിഷൻ. നമ്മുടെ അടിപൊളി കോഴിക്കോട് അലുവകളുണ്ട്. പിന്നെ കുട്ടികൾക്ക് പറ്റിയിട്ടുള്ള വെറൈറ്റി ബുക്സ് ഉണ്ട്. അട്രാക്റ്റീവ് ബുക്സ്, പെയിൻറ്റിങ്സ് ആയാലും സ്റ്റോറീസ് ആയിട്ടുള്ള ബുക്സുകളുണ്ട്. ഈ ബുക്കിന് എത്ര 50 രൂപ എന്നാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ ഈ ടേണിങ് തിരിഞ്ഞ് വരുമ്പോൾ ഒരു വിധം നടന്നു വന്നതല്ലേ ഐസ്ക്രീം. പിന്നെ ഇത് ലൈവ് ഫോട്ടോ ഫ്രെയിം ചെയ്തു തരും കേട്ടോ. 150 തൊട്ടിട്ടാണ് സ്റ്റാർട്ടിങ്. പിന്നെ നമ്മുടെ ഈ ഒരു ഹീറ്റർ, നമ്മുടെ ബോഡി പെയിനൊക്കെ മാറ്റാം. വെള്ളം നിറച്ചിട്ട് ചൂടുവെള്ളമൊക്കെ ഒഴിച്ചിട്ട് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ ചെയ്യാം. പിന്നെ ഇപ്പോഴത്തെ ഒരു ക്രേസ് ആണല്ലോ ഫിഷ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഫൈറ്റർ ഫിഷും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലാത്ത മോഡൽസും ഫുഡും ഒക്കെ ആയിട്ട് നല്ല ഇപ്പുറത്തെ സൈഡ്. നമ്മൾ നോർമലി നമ്മളൊരു ലെഫ്റ്റ് സൈഡ് കൂടെ മാത്രം നോക്കിയേ പോകുള്ളൂ. പക്ഷേ ഇപ്രാവശ്യം കയറി കഴിഞ്ഞാൽ 2 സൈഡും നോക്കണം. നമ്മുടെ വടക്കുന്നാഥൻ്റെ ഒരു സൈഡ് നമ്മളെത്തി. പിന്നെ നല്ല ഭംഗിയുള്ള കർട്ടൻസ്. ഇതിന് ഒരു കർട്ടന് 250 രൂപ കേട്ടോ. ഈ ഒരു സ്റ്റോൾ കുറച്ച് എക്സ്പെൻസീവായിട്ട് തോന്നി, പക്ഷേ അതിൻ്റെ ഐറ്റംസും അതേപോലെ തന്നെ ക്വാളിറ്റിയിലതാണ്. ഇതെല്ലാം ഹെർബൽ ടൈപ്പ് സോപ്പുകളാണ്. പിന്നെ ഇതാ കുഞ്ഞു കുട്ടികൾക്കുള്ള ഷോക്കീസ് മോഡൽ ഐറ്റംസും. പിന്നെ എനിക്ക് ഇവിടുത്തെ വെറൈറ്റി ആയിട്ട് തോന്നിയ ഒരു മയിൽ പീരിയഡ് നെറ്റിപ്പട്ടുണ്ട് കേട്ടോ, അത് അടിപൊളിയായിരുന്നു. പിന്നെ ഇത് രാജസ്ഥാനി പോലത്തെ ഓർണമെൻറ്റ്സ്. ശരിക്കും അറിയാം, നമുക്ക് എപ്പോഴും പോണ പോലെ അതേ സ്റ്റോൾ നമ്പറിൽ തന്നെയാണ് അവർ വന്ന് നിൽക്കണമായിട്ട്. നമുക്ക് ഈ ടേണി തിരിഞ്ഞതൊക്കെയാണ്. പിന്നെ ഇതാ ഈ ഞാൻ പറഞ്ഞ പോലത്തെ നെറ്റിപ്പട്ട, മയിൽപ്പീലിയുടെ നെറ്റിപ്പട്ട. ഇതുവരെ നമ്മൾ ത്രെഡ് ഈ ഉള്ളനൂലിൻ്റെ കണ്ടിട്ടില്ല. പിന്നെ നമ്മുടെ അച്ചാറുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇതിന് കിലോന് ഇവരെത്ര പറഞ്ഞാൽ 150 അത്രയായിട്ടാണ് കേട്ടോ റേറ്റ്. പക്ഷേ ഭയങ്കര വിനീഗറാണ് അവരുടെ ഒരു ഇത്. പിന്നെ അവിടെ ചാർട്ട് പേപ്പറൊക്കെ കണ്ടപ്പോൾ അംഗനവാടിയിൽ പഠിച്ച ഓരോ കാര്യങ്ങളൊക്കെ വായിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. കളിക്കാൻ മാത്രമല്ല അവിടെ ടീച്ചർമാർ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടെന്ന്. പിന്നെ ഇതൊരു വെറൈറ്റി തോന്നി. അത്തറിൻ്റെ സെക്ഷൻ ഇത് നമ്മുടെ എക്സിബിഷന് കാണാറില്ല കേട്ടോ.
പിന്നെ നമ്മുടെ കുങ്കുമം പല പല മോഡൽ കളറുകളുടെ കുങ്കുമങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ പഞ്ഞിമിഠായി, പോപ്കോൺ, നമ്മളൊരുവിധം നടന്ന് ഇവിടെ വരെ എത്തും. നമുക്കറിയാം ഈ ഒരു സൈഡ് എത്തുമ്പോൾ ഉണ്ടാവുന്നത്. പിന്നെ പച്ചക്കറി വിത്തുകൾ. ഇപ്പം നമുക്ക് നല്ല വേനലാണ്. ഏതെടുത്താലും 20 രൂപ. പണ്ട് 10 രൂപയായിരുന്നു. ഇപ്പോൾ സാധനങ്ങൾക്കൊക്കെ വില കൂടിയില്ല. അപ്പോൾ 20 രൂപയായിട്ടുണ്ട്. പിന്നെ നമ്മുടെ രാജസ്ഥാനി മോഡൽ ബാഗുകൾ ഒക്കെ നല്ല കേട്ടോ. നമുക്ക് അവിടെ വരെ എത്താല്. ഇത് ഗുണ കേവ്. നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ല. എക്സ്ട്രാ പൈസ കൊടുത്തിട്ട് വേണം കയറാൻ. കയറിയവർക്കൊക്കെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല രസമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ ഓരോ കാര്യങ്ങളൊക്കെയാണ് നമ്മളിത് കണ്ടുകൊണ്ടിരിക്കണത്. പിന്നെ അതാ നമ്മുടെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റില്ല ഫുൾ റൈഡുകൾ, ഫുൾ നമ്മുടെ യന്ത്രൂഞ്ഞാലും കാര്യങ്ങളും ഈ വഞ്ചി ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ലൈറ്റൊക്കെ വെച്ച് സെറ്റ് ചെയ്ത്, കാരണം കുറച്ചുകൂടി ഈസിയാണ് ഇത് പിള്ളേർ ചാടി കളിക്കണതൊക്കെ. നമ്മുടേത് അവിടെ കരിക്കിൻ്റെ ഐറ്റംസ് ഉണ്ട്, മുളക്. പിന്നെ ഇത് പഴയ നൊസ്റ്റാൾജിയ പോലത്തെ കുറേ കോയിൻസ് എൻ്റെ കയ്യിൽ ഇപ്പോഴും ഒരു 50 പൈസ ഉണ്ട് കേട്ടോ. അതിലിട്ടാലോ എന്ന് വിചാരിച്ചു. പക്ഷെ പഴയ മോഡൽ സാധനങ്ങൾ, നൊസ്റ്റാൾജിയ പോലത്തെ നോട്ട്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളി ഒരു സ്റ്റോൾ തോന്നി എനിക്ക്. ഈ ഒരു നൊസ്റ്റാൾജിയ ഐറ്റംസ്. പിന്നെ അതാ ട്രെയിനുകൾ പോകണം. ഇപ്പോഴൊക്കെ ഫുള്ള് ലൈറ്റ് കൊണ്ട് അറേഞ്ച് ചെയ്തിട്ടാണ് നല്ല രസമുണ്ട് കേട്ടോ നമുക്ക് കാണാൻ. ഇത് നമ്മളൊരു CC ക്യാമറ, ഞാൻ നടന്നു പോയി എന്നെയൊക്കെ കണ്ടപ്പോൾ നമ്മൾ ജസ്റ്റ് ചോദിച്ചു. അപ്പോൾ ഇതൊരു CC ക്യാമറയുടെയാണ്. നമ്മുടെ ആൾ നിൽക്കാണ്ട് നമ്മളൊരു ഫോട്ടോ എടുത്ത്. പിന്നെ ഇത് അറിയാമല്ലോ, ഈ നോർത്ത് ഇന്ത്യൻ ടൈപ്പ് ഗെയിമാണ്. നമ്മൾ പൈസ കൊടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ കിട്ടും. നമ്മുടെ പാനിപ്പൂരി, വടാപ്പാവ് ഒക്കെ ഐറ്റംസാണ്. അടിപൊളി ഫുഡാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ ട്രൈ ചെയ്തു. പിന്നെ ഇതൊക്കെയാണ് റൈഡ്സ് കാര്യങ്ങൾ. ഒരുവിധം എല്ലാ റൈഡ്സിലൊക്കെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കരിമ്പ് ജ്യൂസിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ദുരുവൾക്ക് കരിമ്പ് നല്ല ഇഷ്ടമാണ്. അവളിങ്ങനെ കടിച്ച് തിന്നുകയും ചെയ്തു. അപ്പം നമ്മൾക്ക് കരിമ്പ് കുടിച്ചു. നമ്മൾ കരിമ്പ് അവൾ കഴിച്ച് നടന്നെത്തി. പിന്നെ ഇപ്പുറത്തെ ഒരു സൈഡ് സ്റ്റോളുകളായിട്ടത് കൈസാറൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല അടിപൊളി ഒരു നാടൻ ശരിക്കും നല്ലൊരു ഫുൾ സൈഡിൽ എന്താണ് അപ്പോൾ അധികം നിൽക്കാൻ അല്ലാതെ തന്നെ മുഴിപ്പിക്കാൻ പറ്റില്ല ഡ്രാമ. പിന്നെ ഇവിടെയൊക്കെ ഒന്നും സ്റ്റോളുകളൊന്നും ആയിട്ടില്ല കേട്ടോ. ഇനിയും കുറച്ചുകൂടി സ്റ്റോളുകൾ വരാനുണ്ട്. നമുക്ക് ഇതിനുള്ളിലേക്ക് കയറാനുള്ള എൻട്രൻസ് പൈസ 35 രൂപയാണ്. രാവിലെ തൊട്ട് വൈകുന്നേരം 9 മണി വരെ ഉണ്ട്. പക്ഷെ സ്റ്റോളുകൾ ഇനിയും വരാനുണ്ട്. നമുക്ക് ISR കൊണ്ട് ആ സൈഡിൽ തൊട്ട് ഇങ്ങോട്ടേക്ക് ടേൺ ചെയ്ത് വരുന്ന ഒരു 10% കൂടി ആവാനുണ്ട്. അവർ പൂരാകുമ്പോഴത്തേക്ക് വരും. ഇത് നമ്മുടെ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഒരു സ്റ്റോളാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് കവർ ചെയ്തിട്ട് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പറ്റിയിരിക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി കഴിഞ്ഞാലാണ് ഫുൾ സെറ്റ് വീഡിയോ എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ കേട്ടോ. അത് പഴയ ടൈപ്പ് പുരാണം രാമായണത്തിൻ്റെ ഒക്കെ നമ്മുടെ ഈ ഓലയിലൊക്കെ മുകളിൽ എഴുതിയിട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ അതിൻ്റെയൊക്കെ എന്താണ് പറഞ്ഞു തരേണ്ടത് എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾക്ക് അറിയണവരൊന്നും എനിക്ക് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. ഇതൊക്കെ നല്ലൊരു സ്റ്റോളും കാര്യങ്ങളും. അപ്പോൾ നമ്മുടെ ഈ വർഷത്തെ എക്സിബിഷൻ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പക്ഷേ സ്റ്റോളുകളൊക്കെ കുറച്ചും കൂടി ഇപ്പോൾ 90% ആയിട്ടും ഇനി 10% കൂടി വരാനുണ്ട്. അതെന്തായാലും പൂരാകുമ്പോഴത്തേക്ക് എത്തുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുവരെയുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. എല്ലാവരും ശുഭ്രത.